ആത്മബന്ധവും വിശേഷവും വിശുദ്ധവും വിശാലവുമായ ഒരു രാത്രി. വിശ്രമിക്കുവാനും ഉറങ്ങുവാനും ഊർജത്തെ തിരിച്ചു പിടിക്കുവാനും നമുക്കായി ലഭിച്ച രാത്രി. ഈ രാത്രിയിൽ മനസ്സിൻ്റെ ജാലകങ്ങൾ തുറന്നിട്ട് രാത്രിയുടേതായ എല്ലാ പ്രത്യേകതകളെയും സ്വീകരിച്ച് ഞാനെന്ന മഹാസത്യത്തിൽ, ഞാനെന്ന അനിതര സാധാരണമായ അനുഭൂതിയിൽ വിശ്വാസമർപ്പിച്ച് ആ ശക്തി ഊർജത്തെ സ്വീകരിച്ച് നമുക്കുറങ്ങാം. ദിവസങ്ങൾ, ജീവിതം, ജന്മങ്ങൾ, ഈ ജന്മങ്ങളിലെ കർമ്മങ്ങൾ, അതിലെ പുണ്യം, പാപം, ഇതെല്ലാം ഒരു ഒഴുക്കാണ്. ഇതെല്ലാം ഒടുവിൽ ചെന്ന് സന്ധിക്കുന്ന ഒരു സാഗരമുണ്ട്, ഒരു കടൽ, പാൽക്കടൽ. ആ പാൽക്കടലിലാണ് പള്ളികൊള്ളുന്ന പെരുമാളുള്ളത്. പള്ളികൊള്ളുക, സുഖകരമായ നിദ്രയിൽ ഈ പ്രപഞ്ചത്തിന് വേണ്ടതെല്ലാം ചെയ്യുക. നമ്മൾ ഓരോരുത്തരും ഒരു പ്രപഞ്ചമാണ്. നമുക്ക് ചുറ്റും ഒരു പ്രപഞ്ചമുണ്ട്. അല്ലെങ്കിൽ നമ്മളാകുന്ന പ്രപഞ്ചത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. അതിനാൽ എല്ലാം ഒഴുകിച്ചേരുന്ന, എല്ലാം ഒഴുകിയെത്തുന്ന സാഗരം പോലെ ആഴമുള്ളതാണ് ഞാൻ, എൻ്റെ ജീവിതം, എൻ്റെ ഈ നിമിഷം എന്നൊന്ന് ആലോചിക്കുക. ജീവിതത്തിൽ എന്താണോ ആകുലപ്പെടുത്തുന്നത്, ആ ആകുലപ്പെടുത്തുന്നതിനോട് ക്ഷമിക്കുക. നമ്മളെ വേദനിപ്പിച്ച സർവ്വതിനോടും ക്ഷമിക്കുക. കാരണം ക്ഷമിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. വേദനിപ്പിക്കുന്നതിനെ, നഷ്ടപ്പെടുത്തിയതിനെ, നിരാശയുണ്ടാക്കുന്നതിനെ ഒക്കെ വിട്ടുകളയേണ്ടത്, ഒരുപാട് ദൂരം അങ്ങനെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതെ, തീർച്ചയായും ഞാൻ പോവുക തന്നെ ചെയ്യും. വാടിത്തീരുവാനുള്ളതല്ല എൻ്റെ ഈ ജീവിതം. തേജോമയമായി ഉണർന്ന് പരിലസിക്കുവാനുള്ളതാണ്. വലുതായി സ്വപ്നം കാണുവാൻ, സ്വപ്നം കണ്ട സന്തോഷങ്ങളെ നേടിയെടുക്കുവാനുള്ള പ്രാപ്തി എന്നിലുണ്ട്. അതെ, തീർച്ചയായും അതെന്നിലുണ്ട്. ഞാൻ എന്നെ അറിയാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും അറിയുന്നത് ആ യാഥാർത്ഥ്യത്തെയാണ്. അതിനാൽ ശ്രദ്ധിക്കൂ നിങ്ങളെ തന്നെ. എത്ര അവസരങ്ങൾ, എത്ര സന്ദർഭങ്ങൾ നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും തരണം ചെയ്യാൻ പറ്റില്ല എന്ന് കരുതിയ പല ഘട്ടവും തരണം ചെയ്തില്ലേ നിങ്ങൾ? അതെ, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളൊരു ശക്തമായ ആത്മബലമാണ്. നിങ്ങളൊരു ശക്തമായ ആത്മവിശ്വാസമാണ്. അതെ, നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. നിങ്ങളെപ്പോലെ നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുവാൻ, നിങ്ങളെപ്പോലെ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ മറ്റൊരാളില്ല. ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾ എങ്ങനെ നിന്നു എന്ന്, നിങ്ങളതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് ഒന്ന് ആലോചിച്ചാൽ മാത്രം മതിയാകും. സൂര്യ തേജസ് പോലെ, തീക്ഷ്ണമായ അഗ്നിജ്വാല പോലെ അത്രമാത്രം ശക്തിയുണ്ട് നിങ്ങളിൽ. അതെ, അവനവനിൽ വിശ്വസിക്കൂ. ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഏത് പ്രശ്നമായാലും അതിന് പരിഹാരമുണ്ട്. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടും. ഈ പ്രപഞ്ചത്തിനോട് നിങ്ങളെ അലട്ടുന്ന പ്രശ്നത്തെ ഒന്ന് പറയുക. ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ,
മനസ്സ് തുറന്നു പറയുക. പ്രപഞ്ചം അത് കേൾക്കും. നിങ്ങൾക്ക് വേണ്ടി അത് സാധിപ്പിച്ചു തരും. പ്രപഞ്ചത്തോട് പറയുന്നത് മുഴുവനും നല്ലത് മാത്രമായിരിക്കട്ടെ. ഓരോ നിമിഷവും വിശ്വസിക്കൂ, പ്രപഞ്ചം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുവാൻ നിങ്ങൾക്ക് തന്നെ കെൽപ്പുണ്ട്. ആ കെൽപ്പ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ പ്രപഞ്ചമിതാ ശ്രദ്ധയോടെയുണ്ട്. തൊട്ടരികിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ പോലെ ഈ പ്രപഞ്ചം ഒപ്പമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ ആ കരവലയം നിങ്ങൾക്കറിയാം. ആ ആലിംഗനം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? അതെ, ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ ഏറ്റവും ശക്തിയായ ഔഷധം നിന്നിലുണ്ട്. ജീവിതത്തിൻ്റെ ഏത് വലിയ മലകളെയും മറികടക്കുവാനുള്ള ശക്തി നിന്നിലുണ്ട്. വിജയമെന്ന ആ മഹാതീരത്തിലേക്ക്, മഹാവിജയമെന്ന മഹാകൊടുമുടിയിലേക്ക് ഏറാൻ നിനക്ക് ശക്തിയുണ്ട്. നിനക്ക് സാധിക്കുമെന്ന് തിരിച്ചറിയുന്നിടത്ത് വിജയം ആരംഭിക്കുന്നു. അതിനാൽ ഈ നിമിഷം തീരുമാനിക്കുക, സാധിക്കും. നന്നായി ജീവിക്കുവാൻ, എല്ലാം പുതുതായി തുടങ്ങുവാൻ സാധിക്കും. സാധിക്കുമെന്ന വിശ്വാസത്തെ നെഞ്ചിലുറപ്പിച്ചുകൊണ്ട് ഉറങ്ങുക, സ്വസ്ഥമായി ഉറങ്ങുക. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഇതാ ഈ നിമിഷം മുതൽ കിട്ടിത്തുടങ്ങുകയാണ് എന്ന് സംശയമേതുമില്ലാതെ ഉറപ്പിക്കുക. എന്നിട്ട് സ്വസ്ഥമായി സുഖകരമായി ഉറങ്ങുക. കാരണം നിങ്ങൾ ഉണർന്നിരിക്കേണ്ടതും അശ്രാന്തമായ പരിശ്രമങ്ങളിൽ തളർന്നു പോകാതിരിക്കേണ്ടതും നിങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ആവശ്യമാണ്. ഊർജ്ജസ്വലതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാണ് ഈ രാത്രി ഇരുട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉറങ്ങുവാൻ നിങ്ങളോട് പറയുന്നത്. ഉറങ്ങൂ. തേജസ്സായി ഉണരാൻ, വിജയത്തിലേക്ക് സഞ്ചരിക്കുവാൻ, ഒക്കെയും തിരിച്ചു പിടിക്കാൻ ഇതാ ഒരു പ്രഭാതം തൊട്ടരികിലുണ്ട്. സ്വസ്ഥമായി ഉറങ്ങൂ. വിശേഷമായി ഉണർന്നെഴുന്നേൽക്കാൻ ഉറങ്ങൂ. ആത്മബന്ധു, ശുഭരാത്രി.